അതായത് മേപ്പേരിൻ്റെ അമിതാഭ് ബച്ചനാണ്. മൂപ്പർ അധികം സംസാരിക്കൊന്നുമില്ല, പ്രവൃത്തിയിലാണ് പുള്ളീൻ്റെ ഒരു. കാരണം മൂപ്പർ അത്രയും നിഷ്കളങ്കല, പണ്ടേ അധികം സംസാരം കുറവാണ്, 2 വാക്ക് കുറവാണ്. ഇതിന് എല്ലാ സഹായവും ഈ ഫൈസൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളിപ്പോൾ ഉള്ളത് മേപ്പയൂരാണ്. ഞാൻ ജനിച്ച സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കാരണവന്മാരായിട്ടുള്ള ആളാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡോക്ടർ മുഹമ്മദ് സാറ് നമ്മളൊക്കെ ഈ നാട്ടിൽ വന്നിട്ട് കൊണ്ടോട്ടിക്കാരനായിട്ട് അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചു, ഹോസ്പിറ്റൽ ഉണ്ടാക്കി, ക്ലിനിക്ക് ഉണ്ടാക്കി, ജനങ്ങളെ സ്വന്തം ഡോക്ടർ മുഹമ്മദ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ തുടക്കമിടുകയാണ്. ആ ടീമാണ് കുഞ്ഞമ്മദ് മാസ്റ്റർ, ബഷീർക്ക, അഹമ്മദ്, പിന്നെ ബാബുമാഷ് എന്നെ പഠിപ്പിച്ചാണ്. 2 ആൾ എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ്, രാമേന്ദ്രൻ മാസ്റ്റർ. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്ടർ ഡോക്ടർ മുഹമ്മദ് സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് 1978 ഫസ്റ്റിൽ വന്ന മേപ്പയൂർ. അപ്പോൾ ജനങ്ങൾ വളരെ നല്ലവരാണ്. എല്ലാവരും പിന്നെ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്, എൻ്റെ ഹോസ്പിറ്റലിലെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും. ഞാൻ പണ്ടേ എനിക്കൊരു ഇഷ്ടമായിരുന്നു ഏത് ചാരിറ്റി. മെഡിക്കൽ കോളേജ് പഠിച്ചതിനും 2 or 3 രോഗികളുടെ കൂടെ ഉണ്ടാവും രാവിലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ. അതേപോലെ ഇപ്പം പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പ്രൈവറ്റ് കെയറുടെ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടമാനം 4 പേഷ്യൻസ് ഉണ്ട്, അവരൊക്കെ തന്നെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതിപ്പം നമ്മളിവിടുത്തെ കാര്യപ്പെട്ട ഇവരെപ്പോഴത്തെ ആളുകൾ നമ്മളെ പിന്നെ ഇതിനൊക്കെ സഹായിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുകയാണ്. അപ്പം 2007 മേപ്പയൂർ പാലിയേറ്റീവ് കെയർ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് രോഗികൾക്ക് നമ്മൾ സാന്ത്വനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന നിലയ്ക്ക് ഇപ്പോൾ പുത്തലത്ത് കുടുംബാംഗങ്ങൾ സൗജന്യമായി നൽകിയ 98 സെൻറ്റ് സ്ഥലം, അത് 1 ഏക്കറൊക്കെ അടുത്തുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ് വരുന്നത്. ഇതിൽ വരുന്നത് ഒന്ന് ഡയാലിസ് ബിൽഡിംഗ്, ഡയാലിസ് സെൻറ്റർ. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഡയാലിസ് ചെയ്യേണ്ട രോഗികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേപ്പയൂരിലും ഒരു ഡയാലിസ് സെൻറ്റർ എന്ന നമ്മളുടെ ഒരു ആഗ്രഹം പൂവണിയാനാണിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 1ാം ഘട്ടത്തിൽ നമ്മൾ ഡയാലിസ് സെൻറ്ററും അതിനെ തുടർന്നുകൊണ്ട് ഡേ കെയർ ആയിട്ട് നമ്മൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളെ ഡേ കെയറിൽ സംരക്ഷിക്കുന്ന ഒരു സംവിധാനവും, ഒപ്പം തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ഒരു ഡേ കെയർ സംവിധാനം 1ാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഡയാലിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മേപ്പയൂരും പരിസര പ്രദേശത്തുള്ള ഒരുപാട് രോഗികൾക്ക്, കിടപ്പിലായ രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്കൊക്കെ സാന്ത്വന ചികിത്സ നൽകിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. ഞങ്ങളുടെ അടുത്ത 2ാമത്തെ പ്രൊജക്റ്റാണ് ഇവിടെ ഡയാലിസിസ് സെൻറ്റർ ആരംഭിക്കുന്നത്. ഇതിന് മേപ്പയൂരും പരിസര പ്രദേശത്തും സ്വദേശത്തും വിദേശത്തും കേരളത്തിൽ പുറത്തുള്ള ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഏതായാലും ഞങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് വെക്കുകയാണ്. ഇനിയും ഒരുപാട് സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഉറപ്പുണ്ട്. ഞാൻ സ്കൂളിൽ ചേർന്ന കാലത്തുള്ള 2 പ്രിയപ്പെട്ട കുട്ടികളായിരുന്നു ഫൈസലും നിഷാദും. സ്വപ്നം കാണാത്ത നിലയിലേക്ക് അവർ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ച് സഹായങ്ങൾ പാവപ്പെട്ടവർക്ക്, ചാരിറ്റി, എല്ലാ മേഖലകളിലും തങ്ങളാൽ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മഹത്തുക്കള നിലയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. ബഷീർ നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനാണ്. ഒരുപാട് കാലമായിട്ടുള്ള ഒരു സുഹൃബന്ധവും പഠിക്കുന്ന കാലത്തുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിലും നമ്മളൊക്കെ ആദ്യം അറിയുന്ന ആൾക്കാരാണ്, ഫാമിലിയും കൂടിയാണ്. ഈ 2007 മുതൽ മേപ്പയൂർ പ്രവർത്തിക്കുന്ന ഈ പാലിയേറ്റീവ് സെൻ്ററിൻ്റെ നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തലാണ് ഈ പുത്തലത്തെ ഫാമിലി നമുക്ക് ഈ സ്ഥലം തരുന്നത്. അപ്പോൾ സ്ഥലം കിട്ടിയത് കൊണ്ട് അതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ഇതാരെ സമീപിക്കും എന്നുള്ള ഒരു ചിന്തയെന്ന് എൻ്റെ മനസ്സിലാദ്യം വന്നൊരാൾ ഫൈസൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫൈസലിനെ വിളിച്ചപ്പം തന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ ഇദ്രീസും ഇതിനെയും കൂട്ടിയിട്ട് ഫൈസലിൻ്റെ അടുത്ത് പോവുകയും ഈ പ്രൊജക്റ്റ് മുപ്പർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അൽഹംദുലില്ലാ ഇത്രത്തോളം ഇപ്പോൾ ഈ കാണുന്നിടത്തോളം എത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഫൈസലിൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ തന്നെ ഇത് സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുഞ്ഞുമൊയ്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടിയാണ്. അഹമ്മദ്ക്ക നമ്മളെ വീട്ടിലൊക്കെ ആദ്യമായുള്ള നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനാണ് അഹമ്മദ്ക്ക. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ടർ ഇവരാണ് പൈസ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇവർ ബിൽഡിങ്ങിൻ്റെ പണി ഇവർ തീർക്കുന്നുണ്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നൊന്നുമില്ല, കാരണം നമ്മൾ നാട്ടുകാരും നമ്മളതിൻ്റെ ഒരു ചെറിയ സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഡയാലിസ് സെൻ്ററിൻ്റെ ഒരു പ്രവർത്തനത്തിന് കൂടി ഭാഗമാക്കാനായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വളരെ ചെറുപ്പം മുതലേ ജീവിച്ചുകൊണ്ടിരുന്ന നെട്ടാറോട്ട് അത്തിക്കോട്ട് മലായിട്ട് വളരെ അടുപ്പത്തിൽ നിന്നിരിക്കുന്ന അവരുടെ ഒരു സഹായം കൂടിയും ഈ ഒരു പാലിയേറ്റീവ് ഡയാലിസ് സെൻ്ററിന് കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ നാട്ടിൻ്റെ ഒരു അഭിമാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്.
നമ്മുടെ നാടിൻ്റെ ഓരോ നാടിനരമ്പും അറിയുന്ന അവർക്ക് നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമാതിരിയുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നാടിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതിൽ കാര്യമായിട്ട് ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. അബ്ദുള്ളക്ക എന്താ പറയാനുള്ളത്? പരിചയപ്പെടുത്തലെല്ലാം കഴിഞ്ഞ് നമുക്ക് ഞങ്ങളെ നിങ്ങളെ പറ്റി പറയുമ്പോൾ ഞങ്ങളൊരു സ്വകാര്യ അഹങ്കാരമാണ് നിങ്ങൾ മലബാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. ഞങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓടാൻ ചാടാനൊക്കെ ആളുണ്ടാവും. ബിൽഡിങ്ങിൻ്റെ പ്ലാന് തണലിൻ്റെ ട്രഫിക് എഞ്ചിനീയറാണ് ചെയ്തത്. ഇത് പ്രാദേശികമായിട്ട് നോക്കുന്നത് നമ്മളെ ഇവിടെയുള്ളൊരു മുഹമ്മദ് എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. നമ്മളെ സുഹൃത്തുക്കൾ, അതായത് പ്രത്യേകിച്ച് മലബാർ ഗ്രൂപ്പിലെ അഹമ്മദ് കെയും സലാം കെ, ഷംദാലും നിഷാദുള്ള ഈ വീഡിയോ കാണുന്നുണ്ട്. അവർ പഠിച്ച സ്ഥലമാണ്. അഹമ്മദ് ക പഠിച്ച മേപ്പേര് ഹൈസ്കൂളാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയൊക്കെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ ഒരു നാടിനോട് അദ്ദേഹം നല്ലൊരു രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്തായാലും അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട്, എന്തായാലും ചെയ്യും. ഇതൊരു വലിയൊരു പ്രൊജക്റ്റായിട്ട് മാറാൻ വേണ്ടി നാട്ടുകാരുടെയും നമ്മളുടെ മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടും ഗവൺമെൻറ് സപ്പോർട്ടും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ തലമുറകൾ വന്ന് അത് സംരക്ഷിച്ച് നല്ല രീതിയിൽ ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കൊണ്ടുപോട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.